ഡിയർ ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് മാനസികാരോഗ്യം കുടുംബ സുരക്ഷയ്ക്ക് എന്ന വിഷയത്തെക്കുറിച്ചാണ്. മാനസികാരോഗ്യത്തിന് കുടുംബ സുരക്ഷയുമായി അഭേദ്യമായ ബന്ധമാണ് ഉള്ളത്. എന്താണ് മാനസികാരോഗ്യം? ഒരു വ്യക്തി തൻ്റെ ദൈനംദിന പ്രവൃത്തികൾ സാധാരണ നിലയിൽ പൂർത്തീകരിക്കുന്നുവെങ്കിൽ ആ വ്യക്തിക്ക് മാനസികാരോഗ്യമുണ്ടെന്ന് പറയാം. ഇനി എന്താണ് കുടുംബ സുരക്ഷ? ഒരു കുടുംബത്തിൽ താമസിക്കുന്ന വ്യക്തികൾ തമ്മിൽ പരസ്പര സ്നേഹവും ബഹുമാനവും വിശ്വസ്തതയും ഉണ്ടെങ്കിൽ ആ കുടുംബം സുരക്ഷിതമാണെന്ന് നമുക്ക് കരുതാം. കുടുംബാംഗങ്ങൾ തമ്മിലുള്ള മാനസിക പൊരുത്തമാണ് ചുരുക്കത്തിൽ കുടുംബ സുരക്ഷ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സമൂഹത്തിൽ അറിയപ്പെടുന്നവരും ഉന്നത സ്ഥാനങ്ങൾ അലങ്കരിക്കുന്നവരും സമൂഹത്തിനു വേണ്ടി നല്ലത് പ്രവർത്തിക്കുന്നവരും മാനസികാരോഗ്യമുള്ളവരുടെ ഗണത്തിൽ പെടുന്നു. ലോക മാനസികാരോഗ്യ ദിനമായി നാം ആചരിക്കുന്നത് ഒക്ടോബർ 10 ഈ ദിനത്തിൽ നാം ആവശ്യമായ പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. മാനസികാരോഗ്യം എന്ന വിഷയത്തിൽ സമൂഹത്തിൻ്റെ അറിവില്ലായ്മ അകറ്റുകയും അവയ്ക്ക് പരിഹാരമായ ബോധവൽക്കരണങ്ങൾ നടത്തുകയും അവയുടെ പ്രാധാന്യം മനസ്സിലാക്കുവാൻ പറ്റുന്ന തരത്തിലുള്ള അവബോധ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യണം. ഒരു കുടുംബത്തിൽ ഒരു വ്യക്തിക്കുണ്ടാകുന്ന മാനസിക വൈകല്യങ്ങൾ ആ കുടുംബത്തിന് ഒന്നാകെ പിടിച്ചുകുലുക്കാം. പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാകുമ്പോൾ മാനസിക വൈകല്യമുള്ള വ്യക്തി ആത്മഹത്യ ചെയ്യുന്ന അവസ്ഥ വരെ സൃഷ്ടിക്കപ്പെടുന്നു. ഇന്നത്തെ സമൂഹത്തിൽ ഓരോ വ്യക്തിയുടെയും ജീവിതം എന്ന് പറയുന്നത് യാന്ത്രികമാണ്. അനാവശ്യമായ സമ്മർദ്ദങ്ങൾക്ക് വിധേയമാണ് ഓരോരുത്തരുടെയും ജീവിതം. ഈ സമ്മർദ്ദങ്ങളുടെ ആധിക്യം മൂലം തൻ്റെ വികാരങ്ങളെയും വിചാരങ്ങളെയും പ്രകടിപ്പിക്കുവാൻ പോലും മനുഷ്യന് സാധിക്കാതെ വരുന്നു. സന്തോഷിക്കുകയും ദുഃഖിക്കുകയും ചെയ്യേണ്ട സമയങ്ങളിൽ പോലും അതിന് സാധിക്കാതെ വരുന്നു. എല്ലാം ഉള്ളിൽ അടക്കിപ്പിടിച്ചിരിക്കുന്ന ഒരവസ്ഥ. ഈ അവസ്ഥയിൽ സമ്മർദ്ദങ്ങൾ സൃഷ്ടിക്കപ്പെടാം. അത് വിഷാദരോഗത്തിന് കാരണമാകാം. വിഷാദരോഗം എന്നത് ഒരു മാനസിക പ്രശ്നമാണ്. അങ്ങനെ വരാതിരിക്കാൻ നാം എന്താണ് ചെയ്യേണ്ടത്? കരയേണ്ട സന്ദർഭങ്ങളിൽ നമ്മൾ മനംനൊന്ത് കരയുകയും ചിരിക്കേണ്ട സമയങ്ങളിൽ മനം നിറഞ്ഞ് ചിരിക്കുകയും ചെയ്യുക. വികാരങ്ങളെ ഒരിക്കലും അടക്കി നിർത്തുവാൻ ശ്രമിക്കരുത്. നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ സമയങ്ങളിൽ സാഹചര്യങ്ങളിൽ ആവശ്യത്തിന് വികാരങ്ങൾ പ്രകടിപ്പിക്കുവാൻ ശ്രമിക്കുക. മാനസിക വൈകല്യങ്ങൾ ഒരു വ്യക്തിയെ ആത്മഹത്യയിലേക്ക് നയിക്കുന്നു. ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നത്? അതിനായി പ്രേരിപ്പിക്കുന്ന ഘടകങ്ങൾ എന്താണ്? കുടുംബത്തിലുള്ള പ്രശ്നങ്ങൾ, ജോലിപരമായ പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രതിസന്ധി, മദ്യം, മയക്കുമരുന്ന് ഇവയുടെ അനിയന്ത്രിതമായ ഉപയോഗം, ശാരീരിക രോഗങ്ങൾ, നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ വേർപാട് ഇവയൊക്കെ ഒരു വ്യക്തിയെ ആത്മഹത്യയിലേക്കും മാനസിക പ്രശ്നങ്ങളിലേക്കും നയിക്കുന്നു. ഇവ കൂടാതെ ബാഹ്യമായ ചില ഇടപെടലുകൾ നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കാം. ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ അതിലെ ചില കഥാപാത്രങ്ങൾ നമ്മളുമായി സാമ്യം തോന്നാം. ആ ചിന്ത മനസ്സിൽ കിടന്ന് നാം ആ കഥാപാത്രമായി മാറുവാൻ ശ്രമിക്കും. ഇത് മാനസിക പ്രശ്നങ്ങളിലേക്ക് വഴിതെളിക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെ തനിയെ ഇരിക്കുമ്പോൾ സംസാരിക്കുക, ചിരിക്കുക, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ പോലും അത് ചെയ്യാനില്ല എന്ന് തോന്നൽ ഉണ്ടാവുക, നിസ്സഹായാവസ്ഥയിൽ ആകുക, ചിലരിൽ അമിത ആത്മവിശ്വാസവും അമിത ഉറക്കവും അമിതമായ സന്തോഷവും തോന്നുക. ചിലരിൽ നേരെ തിരിച്ചായിരിക്കും. ചില സമയങ്ങളിൽ വെറുതെ ആകാശത്തേക്ക് നോക്കിയിരിക്കുക. ഇതൊക്കെ മാനസിക പ്രശ്നങ്ങളിലൂടെ ലക്ഷണങ്ങളായി പറയുന്നു. നമ്മുടെ മാനസികാരോഗ്യം പ്രധാനമായും തലച്ചോറിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. തലച്ചോറിൻ്റെ പ്രവർത്തനത്തിന് സഹായിക്കുന്ന ഞരമ്പുകളുടെ പ്രവർത്തനക്ഷമതയിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ, വാഹന അപകടങ്ങൾ ഇവ മൂലം തലച്ചോറിനേൽക്കുന്ന ആന്തരിക ക്ഷതങ്ങൾ, പരുക്കുകൾ ഇവയും നമ്മുടെ ചിന്തകളുടെയും പ്രവർത്തനങ്ങളുടെയും പ്രക്രിയകളെ ദോഷകരമായി ബാധിക്കുന്നു. മാനസിക പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് നോക്കാം. നമ്മുടെ മനസ്സിനെ മറ്റ് ചിന്തകളിൽ നിന്നകറ്റി ഒരു 15 മിനിറ്റ് ഏകാഗ്രമാക്കി നിർത്തുവാൻ ശ്രമിക്കുക. പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ മനസ്സിൽ കൊണ്ടുവരിക. മനസ്സിൽ സന്തോഷം നിറയ്ക്കുക. ദിവസത്തിൽ 24 മണിക്കൂറും പ്രവൃത്തിയിൽ മുഴുകിയിരിക്കുന്ന നമ്മൾ മറന്നുപോകുന്ന ഒന്നുണ്ട്: വിശ്രമം. അതുകൊണ്ട് വിശ്രമിക്കുവാൻ സമയം കണ്ടെത്തുക. വിശ്രമവേളകൾ ആനന്ദഭരിതമാക്കുക. കുടുംബാംഗങ്ങൾ ഒന്നിച്ച് പുറത്തു പോവുക, സിനിമ കാണുക, പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുക തുടങ്ങിയവയൊക്കെ ചെയ്യുക. അതുപോലെ പ്രശ്നങ്ങൾ ഒന്നിച്ചിരുന്ന് സംസാരിക്കുക, തീരുമാനങ്ങൾ എടുക്കുക, സാമ്പത്തിക കാര്യങ്ങൾ ഒന്നിച്ച് ചർച്ച ചെയ്യുക. കുടുംബത്തിലെ പ്രശ്നങ്ങളുടെ ഭൂരിഭാഗത്തിൻ്റെയും കാരണം സാമ്പത്തികമായിരിക്കും. അതിനാൽ സാമ്പത്തിക കാര്യങ്ങൾ കൂട്ടായ ചർച്ചയിലൂടെ പരിഹരിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുക.
കുടുംബ സുരക്ഷ എന്ന് പറയുമ്പോൾ കുടുംബത്തിലെ വ്യക്തികളുടെ ശാരീരിക, ആത്മീയ, മാനസിക ഉന്നമനമാണ്. ശാരീരികമായും മാനസികമായും ആത്മീയമായും സാമ്പത്തികമായും സമൂഹത്തിൽ ഉയർന്നു നിൽക്കുന്ന അവസ്ഥയിലേക്ക് കുടുംബത്തെ കൊണ്ടുവരണം. അതിനായി അംഗങ്ങൾ എല്ലാവരും ഒന്നിച്ച് പ്രവർത്തിക്കണം. ദിവസവും അല്പനേരമെങ്കിലും കുടുംബത്തിലെ എല്ലാവരും ഒന്നിച്ചുണരാൻ ശ്രമിക്കുക. ടിവിയും മൊബൈലും കുറച്ചു നേരത്തേക്ക് മാറ്റിവെക്കുക. ഒന്നിച്ച് പ്രാർത്ഥിക്കുക, ഒന്നിച്ച് ഭക്ഷിക്കുക. ഇവയൊക്കെ കുടുംബ ബന്ധങ്ങളുടെ കെട്ടുറപ്പിന് സഹായിക്കുന്നു. ശാരീരിക ആരോഗ്യത്തിനു വേണ്ടി നാം വ്യായാമം ചെയ്യുന്ന പോലെ തന്നെ മാനസികാരോഗ്യത്തിന് വ്യായാമം അത്യന്താപേക്ഷിതമാണ്. മാനസിക വ്യായാമത്തിൽ ഏറ്റവും പ്രധാനം യോഗയാണ്. യോഗ ചെയ്യുന്നതിലൂടെ നമ്മുടെ മാനസിക വ്യാപാരങ്ങളെ അടക്കി നിയന്ത്രിച്ച് നിർത്തുവാൻ നമുക്ക് സാധിക്കുന്നു. ജീവിതശൈലി രോഗങ്ങളായ പ്രമേഹം, പ്രഷർ, കൊളസ്ട്രോൾ എന്നിവയും മാരക രോഗമായ അർബുദവുമെല്ലാം നമ്മുടെ മാനസിക വ്യാപാരങ്ങളുമായി ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. ഈ അസുഖങ്ങളുടെയൊക്കെ ആധിക്യം മാനസിക പ്രശ്നങ്ങളിലേക്ക് നമ്മെ നയിക്കുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ സൗഹൃദ ബന്ധങ്ങൾക്ക് നാം പ്രാധാന്യം കൊടുക്കണം. നല്ല നല്ല സുഹൃത്തുക്കൾ നമുക്കുണ്ടാകണം. നമ്മുടെ ജീവിത പ്രശ്നങ്ങൾ വിശ്വസ്തയോടെ പങ്കുവയ്ക്കുവാൻ സാധിക്കുന്ന ആത്മമിത്രം നമുക്കുണ്ടാകണം. സുഹൃത്തുക്കൾ നമ്മുടെ മാനസിക പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുന്ന പ്രധാന ഘടകങ്ങളാണ്. നല്ല സ്വഭാവ ഗുണമുള്ള സൗഹൃദവലയമാണ് നമുക്കുണ്ടാവേണ്ടത്. എന്ത് കാര്യവും തുറന്നു പറയുവാനും ചർച്ച ചെയ്യുവാനുമുള്ള തരത്തിലുള്ള കഴിവുള്ളവരായിരിക്കണം സുഹൃത്തുക്കൾ. സുഹൃത്തുക്കളുമായി സന്തോഷമുളവാക്കുന്ന തരത്തിലുള്ള സംസാരം വളരെ നല്ലതാണ്. എപ്പോഴും പ്രസന്നതയോടെ പുഞ്ചിരിക്കുന്ന മുഖത്തോടെ ആയിരിക്കുവാൻ ശ്രമിക്കുക. ഇഷ്ടമുള്ള ഭക്ഷണം സ്വാദോടെ ഉണ്ടാക്കി കൂട്ടുകാരുമായി പങ്കുവയ്ക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാനസിക സന്തോഷത്തിനുള്ള ഉപാധികളാണ്. നമ്മൾ പരസ്പരം സഹകരണ മനോഭാവത്തോടെ ജീവിക്കുകയാണെങ്കിൽ എത്ര തീവ്രമായ പ്രശ്നങ്ങളെ വളരെ ലളിതമായി പരിഹരിക്കാൻ സാധിക്കുന്നു. നമ്മുടെ മനസ്സ് കുതിരയെ പോലെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിനെ പിടിച്ചു നിർത്തുവാൻ നാം ശ്രമിക്കണം. തുടക്കത്തിലേക്കുള്ള പരിശ്രമം ഫലം കാണും. ഒരിക്കലും തളരരുത്. നമ്മുടെ മാനസിക ബുദ്ധിമുട്ട് നമുക്ക് നിയന്ത്രിക്കുവാൻ സാധിക്കാതെ വരുമ്പോൾ വിദഗ്ധ പരിശീലനം ലഭിച്ച കൗൺസിലിംഗ് സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് അവരുടെ സഹായം തേടുക. ശാരീരിക അസ്വസ്ഥതകൾ വരുമ്പോൾ നാം ചികിത്സിക്കാറില്ലേ, അതേ പ്രാധാന്യത്തോടെ മാനസികാരോഗ്യ അവസ്ഥയ്ക്കും ചികിത്സ തേടണം. അതിന് ഒരു നാണവും മടിയും വിചാരിക്കരുത്. മനസ്സ് ഒരു കുതിരയെ പോലെയാണെന്ന് പറഞ്ഞ് അതുപോലെ മറ്റ് ചിലപ്പോൾ മനസ്സിനെ പട്ടം പോലെ നാം മാറ്റിയെടുക്കണം. വീർപ്പ് മുട്ടിക്കുന്ന ചിന്തകൾക്കും പ്രശ്നങ്ങൾക്കും ഇടയിൽ നിന്ന് മനസ്സിനെ പറന്നുയരാൻ അനുവദിക്കുക. സമ്മർദ്ദങ്ങളിൽ നിന്ന് അകന്ന് മനസ്സ് അങ്ങനെ പറന്നു നടക്കട്ടെ, പറന്നുയരട്ടെ. പക്ഷേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ശക്തിയായി കാറ്റുവീശുമ്പോൾ ചരടിൽ നിന്ന് വേർപെട്ട് പട്ട നിയന്ത്രണത്തിൽ നിന്ന് പോകുവാൻ അനുവദിക്കരുത്. ചരടിൽ പിടിച്ച് അതിനെ നമ്മുടെ പരിധിയിൽ കൊണ്ടുവരണം. അതുപോലെ മനസ്സിനെയും നിയന്ത്രിക്കുക. പറന്നുയരാൻ അനുവദിക്കുന്നത് പോലെ പിടിച്ചു നിർത്തുവാനും ശ്രദ്ധിക്കണം. ഒരിക്കലും മനസ്സിൻ്റെ അടിമയായി നാം മാറരുത്. മറിച്ച് മനസ്സിനെ നാം അടിമയാക്കേണ്ടത്. ജീവിത വ്യഗ്രതകൾക്കിടയിൽ മനുഷ്യൻ മറക്കുന്ന മറ്റൊന്നുണ്ട്, പ്രാർത്ഥന. ശാരീരികവും മാനസികവുമായി എന്തൊക്കെ ഉയർച്ചയുണ്ടെങ്കിലും നമ്മൾ ആത്മീയത അഥവാ പ്രാർത്ഥനയില്ലെങ്കിൽ മറ്റെന്തൊക്കെ കഴിവുകൾ ഉണ്ടെങ്കിലും അവയൊന്നും നമുക്ക് ജീവിത വിജയം നേടിത്തരികയില്ല. അതുകൊണ്ട് ജീവിതത്തിൽ പ്രാർത്ഥന വേണം, ദൈവഭയം വേണം, ദൈവവിശ്വാസം വേണം, ദൈവസ്നേഹം വേണം. അങ്ങനെ ശാരീരിക ആരോഗ്യമുള്ള മാനസികാരോഗ്യമുള്ള ആത്മീയ ആരോഗ്യമുള്ള ഒരു കുടുംബത്തെ, സമൂഹത്തെ, ലോകത്തെ നമുക്ക് സൃഷ്ടിക്കാം. നമ്മെക്കുറിച്ച് ചിന്തിക്കുന്ന, നമ്മെ സ്നേഹിക്കുന്ന, നമുക്ക് ആത്മധൈര്യം പകരുന്ന വേണ്ടപ്പെട്ടവർ നമുക്ക് ചുറ്റും ഉണ്ടെന്ന് വിശ്വസിക്കുക, മനസ്സിലാക്കുക. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.